Okay, here we are discussing the importance of species diversity to the ecosystem. Is there any relationship with the number of species? Number of species in a particular area is the diversity. Is there any relationship between the number of species or the diversity with the functioning of ecosystem? ഒരു എക്കോസിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നതും അവിടെയുള്ള സ്പീഷീസിന്റെ നമ്പറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? Ecologists have not been able to give a definite answer for this relation. In species, number of species കുറെ കൂടുതലാണ് ഒരു എൻവയോൺമെന്റ് ഒരു എക്കോസിസ്റ്റത്തിൽ എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവാൻ കാരണം ആ പർട്ടിക്കുലർ എൻവയോൺമെന്റ് ആണ് അല്ലെ. ആ എൻവയോൺമെന്റിനനുസരിച്ചിരിക്കും ആ സ്പീഷീസ് അവിടെ കൂടുതലാണോ അല്ലേ എന്നുള്ളത്. നമുക്കറിയാം ഒരു പോളാർ റീജിയനിൽ കുറവാണ്, ട്രോപ്പിക്കലിൽ കൂടുതലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്പർ ഓഫ് സ്പീഷീസ് നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ എ പർട്ടിക്കുലർ എക്കോസിസ്റ്റം അത് കൂടുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഡൈവേഴ്സിറ്റി കൂടുതലാണ്. ബയോഡൈവേഴ്സിറ്റി റിച്ച് വെൻ ദ സ്പീഷീസ് റിച്ച്നെസ് ഈസ് പ്രസന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സ്പീഷീസ് റിച്ച്നെസ് കൂടുമ്പോൾ ആ സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, ഇന്റർ സ്പെസിഫിക് റിലേഷൻഷിപ്പ്, അപ്പോൾ അത് ഹയർ ആയിരിക്കും. അപ്പോൾ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മെനി എക്കോസിസ്റ്റം ഫങ്ഷൻസ്. എന്നാൽ ഈ ഡൈവേഴ്സിറ്റി, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ്, ആ ഡൈവേഴ്സിറ്റിയും എക്കോസിസ്റ്റം ഫങ്ഷനും തമ്മിൽ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് പറയാം? അപ്പോൾ many ecologists believe more species present that ecosystem become more diverse. If more diversity present, that ecosystem is more stable എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് എന്താണ് എപ്പോഴും ഒരു അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴാണ് നമുക്ക് രണ്ട് സയന്റിസ്റ്റുകൾ അവരുടെ കോൺട്രിബ്യൂഷൻസും കൂടെ നമുക്ക് ഇതിനോട് ചേർത്ത് പഠിക്കാം. ഏതൊക്കെയാണ്? ഡേവിഡ് ടിൽമാൻ, സ്റ്റഡി ഓഫ് ഡേവിഡ് ടിൽമാനും പോൾ എർലിച്ച്. ഇവരെന്താണ് പറയുന്നത് നോക്കാം. അതിന് മുൻപ് നമ്മൾ എന്ത് പറഞ്ഞു? Ecologists believed that if more species present, more stable ecosystem present. അപ്പോൾ which are the features of stability of a biological community? A stable community should not show too much variation in productivity from year to year. അതിന്റെ പ്രൊഡക്ടിവിറ്റിയിൽ വർഷാവർഷം പ്രൊഡക്ടിവിറ്റി ഇങ്ങനെ മാറാൻ പാടില്ല. അത് സ്റ്റേബിൾ ആയിരിക്കണം. ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റം നോക്കിയാൽ ആ എക്കോസിസ്റ്റത്തിന്റെ പ്രൊഡക്ടിവിറ്റി എല്ലാ വർഷവും ഒരേപോലെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ആ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആണ് എന്ന് പറയും. അങ്ങനെ അത് സ്റ്റേബിൾ ആവുമ്പോൾ നിൽക്കണമെങ്കിൽ ഒന്നുകിൽ അത് എന്തായിരിക്കണം? ഐദർ റെസിസ്റ്റന്റ് ഓർ റിസൈലന്റ് ടു ഡിസ്റ്റർബൻസസ്, മാൻമെയ്ഡ് ആക്ഷൻസോ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസോ, ഭയങ്കര ഡ്രോട്ടോ ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ ആ പർട്ടിക്കുലർ എക്കോസിസ്റ്റം ഒന്നുകിൽ അതിനോട് റിയാക്ട് ചെയ്യാതെ റിസൈലന്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ അത് അതിനെ ഓവർകം ചെയ്യുന്ന റെസിസ്റ്റന്റ് പവർ ഉണ്ടായിരിക്കണം. അതാണ് ഒരു ബയോളജിക്കൽ കമ്മ്യൂണിറ്റി. അങ്ങനെ ഉണ്ടെങ്കിലാണ് ആ ബയോളജിക്കൽ കമ്മ്യൂണിറ്റിയുടെ പ്രൊഡക്ടിവിറ്റി എപ്പോഴും സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരുന്നാൽ ആ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആണ് എന്ന് പറയും. വേറൊന്ന്, it is resistant to the invasion from alien species. പുറമേന്ന് ഏതെങ്കിലും സ്പീഷീസ്, ആ പർട്ടിക്കുലർ എൻവയോൺമെന്റിൽ അല്ലാത്ത വേറെ ഏതെങ്കിലും സ്പീഷീസ് അതിനകത്ത് എത്തിപ്പെട്ടാൽ ആ അലൈൻ സ്പീഷീസ് ആ നിലവിലുള്ള ഇൻഡിജീനിയസ് സ്പീഷീസിനെ ഒരു എഫക്റ്റും വരുത്തുന്നില്ലെങ്കിൽ വീണ്ടും നമുക്ക് പറയാം ആ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി ഈസ് സ്റ്റേബിൾ. ഇപ്പൊ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആവാൻ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. ഒന്ന്, പ്രൊഡക്ടിവിറ്റി റിമെയിൻ കോൺസ്റ്റന്റ് and it must resistant or resilient to disturbances, and it also resistant to the invasion of alien species. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പം ഡേവിഡ് ടിൽമാൻ, അദ്ദേഹത്തിന്റെ സ്റ്റഡി ഒരു 1982 തൊട്ട് ഒരു 20 years അദ്ദേഹം ഒരു 200 പ്ലോട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിലാണ് അദ്ദേഹം ഈ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തത്.
എന്നിട്ട് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് ഒരു 10-20 വർഷത്തോളം നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ്. അത് വെച്ചിട്ട് അദ്ദേഹം പറയുന്ന കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? പ്ലോട്ട് വിത്ത് മോർ സ്പീഷീസ് ഷോ ലെസ് ഇയർ ടു ഇയർ വേരിയേഷൻ ഇൻ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഒരേ ടൈപ്പ് സ്പീഷീസ് ഉള്ളതിനേക്കാൾ ഡിഫറെന്റ് വെറൈറ്റി സ്പീഷീസ് ഉള്ള പ്ലോട്ടുകളിൽ പ്രൊഡക്ടിവിറ്റി ഒരു സ്റ്റേബിൾ ആണ്. ദാറ്റ് ഈസ് നോ വേരിയേഷൻ in year to year variation in productivity in these plots with the plot with the different kinds of species. അതുപോലെ തന്നെ that diversity, increased diversity if present, then the higher productivity present. ഒരേ ടൈപ്പ് സ്പീഷീസ് ഉള്ള പ്ലോട്ടിനേക്കാൾ പ്രൊഡക്ടിവിറ്റി കൂടുതൽ ഹയർ ഡൈവേഴ്സിറ്റി ഉള്ള പ്ലോട്ടിനാണ്. അതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. എങ്കിലും ചെറിയൊരു കൺഫ്യൂഷൻ വീണ്ടും എക്കോളജിസ്റ്റിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് അബൌട്ട് ദ റോൾ ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ദ വെൽബീങ് ഓഫ് എൻ എക്കോസിസ്റ്റം. എത്ര ടൈപ്പ് കുറെ സ്പീഷീസ് ഉണ്ടെങ്കിൽ ശരിയാണ്, അതിന്റെ പ്രൊഡക്ടിവിറ്റി സ്റ്റേബിൾ ആയി നിൽക്കുന്നുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, പ്രൊഡക്ടിവിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഏതെങ്കിലും ഒരു സ്പീഷീസ്, ഒരു പർട്ടിക്കുലർ സ്പീഷീസിന് ബാക്കിയുള്ള ആ പ്രൊഡക്ടിവിറ്റിയിൽ എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ അടുത്ത ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഒന്നുകൂടി നോക്കണത് എഫക്ട്സ് ഓഫ് ലോസ് ഓഫ് സ്പീഷീസ് ഓൺ ബയോഡൈവേഴ്സിറ്റി. എക്കോസിസ്റ്റം വിൽ ബി ലെസ് ഫങ്ഷണൽ എന്ന് നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു സ്പീഷീസ് നഷ്ടപ്പെട്ടാൽ എക്കോസിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? അതാണ് വീണ്ടും ഉണ്ടായ ഒരു കൺഫ്യൂഷൻ. അപ്പൊ ഇവിടെ എന്താ, വാട്ട് കുഡ് ഹാപ്പൻ വെൻ എ ഫ്യൂ സ്പീഷീസ് ഡിസപ്പിയർ ഓൺ എർത്ത്. ഭൂമിയിൽ നമുക്കറിയാം ഒരു 20,000 ഓഫ് ആൻസ് ഉണ്ട് നമുക്കറിയാം. അതില് ഒക്കെ കുറെയൊക്കെ പോയി ഒരു 15,000 ആയി എന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ ഭൂമിക്ക്? What could happen if one of the tree frog species is lost forever from Western Ghats? Western Ghats-ലാണ് ഏറ്റവും കൂടുതൽ ആംഫിബിയൻ സ്പീഷീസ് ഉള്ളത് നമ്മൾ പറഞ്ഞു. അതിലുള്ള ഏതെങ്കിലും ഒരു സ്പീഷീസ് നശിച്ചു പോയി എന്ന് വിചാരിക്കാം. If a single species loss, even a single species loss of single species can affect the entire ecosystem. ഒരു സ്പീഷീസ് മാത്രമേ നശിച്ചുള്ളൂ എന്ന് വിചാരിക്കാം. അത് തന്നെ ആ എക്കോസിസ്റ്റത്തിന്, എൻറ്റയർ എക്കോസിസ്റ്റത്തിനെ എഫക്ട് ചെയ്യും. എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? ദാറ്റ് ഈസ് ഇറ്റ് എഫക്ട് പ്രൊഡ്യൂസ് സം നോക്ക് ഓൺ എഫക്ട്സ് ദാറ്റ് റിപ്പിൾ ത്രൂ ദ ഫാബ്രിക് ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റംസ്. ഒരു പ്രിഡേറ്റർ ആണ് എക്സ്റ്റിങ്ക്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ പ്രിഡേറ്ററുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രേ, ആ പ്രേ ഈസ് റിലീസ്ഡ് ഫ്രം ദ പ്രിഡേറ്റർ പ്രഷർ. അപ്പോ അത് ആ എക്കോസിസ്റ്റത്തിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. ആ പ്രിഡേറ്റർ പ്രഷർ അതിന് പോയി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടൈഗേഴ്സ് എക്സ്റ്റിങ്ക്ട് ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ഡീർ ഉണ്ട് അല്ലെ, മാനുകള്, അത് കുറെ മൾട്ടിപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ റാബിറ്റ്സ് കുറെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അത് കുറെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ഹെർബിവോഴ്സിന്റെ എണ്ണാണ് കൂടുക. അപ്പോ ആ ഫോറസ്റ്റ് ഏരിയ തന്നെ ഡിക്രീസ്ഡ് ആവും. കുറെ കഴിയുമ്പോൾ ഇതെല്ലാം അതിന് വേണ്ട ഫുഡ് കിട്ടാതെ വരുമ്പോ അതെല്ലാം കൂടി ചിലപ്പോൾ നശിച്ചു പോയി എന്ന് വരും. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഒരു സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് ആയിരിക്കും. അവര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കും. അങ്ങനെ ആ പാത്തജൻസ് അതിന്റെ സ്പ്രെഡിങ് അത് ചിലപ്പോൾ നമുക്ക് തന്നെ ഭാവിയിൽ എഫക്റ്റ് ആയി വരികയും ചെയ്യാം. അപ്പോൾ ലോസ് ഓഫ് സിംഗിൾ സ്പീഷീസ് ക്യാൻ പ്രോംപ്റ്റ് കാസ്കേഡിംഗ് എഫക്ട്സ് ത്രൂ ദ ഫുഡ് ചെയിൻ. ഒരു കാസ്കേഡിംഗ് ഇഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ബയോഡൈവേഴ്സിറ്റിക്ക് മൊത്തത്തില് എന്താണ്, എക്കോസിസ്റ്റത്തില് മൊത്തത്തിൽ എന്താ ഉണ്ടാക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ ഹ്യൂമൻ സർവൈവലിന് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫിനാണ് ഒരു സിംഗിൾ സ്പീഷീസ് പോയാൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ എഫക്ട് ഓഫ് ലോസ് ഓഫ് സ്പീഷീസ് ഓൺ ബയോഡൈവേഴ്സിറ്റി എന്താണ്? Single species, even a loss of single species may produce cascade effect on the food chain because all the organisms are related, linked together in terms of food chain and food web. അപ്പോ നമ്മൾ ഇനി ഒരു പോൾ എർലിച്ച് കൂടി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. എഫക്ട്സ് ഓഫ് ലോസ് ഓഫ് സ്പീഷീസ് ഓൺ ബയോഡൈവേഴ്സിറ്റി. കുറച്ചുകൂടി വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ തന്നത് പോൾ എർലിച്ച് ആണ്. For Ehrlich, the hypothesis suggests the importance of species richness in the maintenance of ecosystem.
In this hypothesis, compare airplane with the ecosystem. ഒരു എയർപ്ലെയിനും എക്കോസിസ്റ്റവും തമ്മിലാണ് കമ്പയർ ചെയ്തിട്ട് പറയുന്നത്. According to this hypothesis, in an airplane, all parts are joined together using thousands of rivets. നമുക്കറിയാം ഒരു എയർപ്ലെയിനിൽ എത്രയോ റിവെറ്റ്സ് അല്ലെ, സ്ക്രൂകൾ കൂട്ടിച്ചേർത്ത് ഓരോന്ന് പാർട്ടുകൾ കൂട്ടിച്ചേർത്ത് വെച്ചേക്കുന്നത് കുറെ റിവെറ്റ്സ് വെച്ചിട്ടാണ്, സ്ക്രൂകൾ വെച്ചിട്ടാണ്. അതുപോലെ ഒരു എക്കോസിസ്റ്റത്തിലെ അതിന്റെ പാർട്സ് സ്പീഷീസ് ഒക്കെ ജോയിൻ ടുഗദർ ബൈ തൗസൻഡ്സ് ഓഫ് സ്പീഷീസ്. അവർ തമ്മിൽ വളരെയധികം ഇന്റർ റിലേറ്റഡ് ആണ് ബൈ ദ ട്രോഫിക് ഫുഡ് ചെയിൻ ഓർ ഫുഡ് വെബ്. ഓക്കെ, അപ്പൊ ഈച്ച് സ്പീഷീസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇറ്റ്സ് ഓൺ വേ. നമുക്കറിയാം ഒരു ബാക്ടീരിയ പോലും അവിടെ ചിലപ്പോ ഫുഡ് പ്രൊഡക്ഷനെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ വേസ്റ്റ് മാനേജ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റീസൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ് ആയിരിക്കാം. അപ്പോൾ ഓരോ സ്പീഷീസിനും അതിൻ്റെതായ ഒരു റോൾ ഉണ്ട് എക്കോസിസ്റ്റത്തിൽ എന്ന് നിങ്ങൾ ആനിമൽ കിങ്ഡം പഠിച്ചപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ട്. If every passenger traveling in the airplane start taking rivet home, it might gradually affect the flight safety. അല്ലെ, ഓരോരുത്തർ ഇറങ്ങുമ്പോൾ ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ക്രൂ ഇളക്കി കൊണ്ടുപോയാൽ എന്തായിരിക്കും ഫ്ലൈറ്റിന്റെ കഥ? അതിന്റെ സേഫ്റ്റി കുറഞ്ഞു വരും ഇല്ലേ? അപ്പോൾ ലൈക്ക് എ റിവെറ്റ് ഇൻ എ പ്ലെയിൻ, ഒരു റിവെറ്റ് ആണ് കൊണ്ടുപോയെന്ന് വെച്ചാൽ അതുപോലെ ഈ ദ ലോസ് ഓഫ് ഈവൻ എ സിംഗിൾ സ്പീഷീസ് വീക്കൻസ് ദ എക്കോസിസ്റ്റം. നമ്മൾ നേരത്തെ കണ്ടു, ഒരു ഫ്രോഗ് സ്പീഷീസ് പോയാൽ മതി, അത് വീക്കൻസ് ദ എക്കോസിസ്റ്റം. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബാക്കിയുള്ള അല്ലെങ്കിൽ അത് കഴിക്കുന്ന പ്രേസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രിഡേറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ കുറെ പേരെ അത് ബാധിക്കും. അപ്പോൾ വീക്കൻസ് ദ എക്കോസിസ്റ്റം. അപ്പൊ കുറെ റിവെറ്റ്സ് പോയാലോ, ലോസ് ഓഫ് മെനി സ്പീഷീസ് ഗ്രാജുവലി ഫെയിൽസ് ദ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം തന്നെ ഇല്ലാതെയാവും. ഇനി ചില റിവെറ്റ് ദാറ്റ് ഈസ് ഫ്രം ദ വിങ്സ് ഓർ വിൻഡോസ് അല്ലെ, അത് വളരെ ക്രൂഷ്യലാണ്. അതുപോലെ സെർട്ടൺ സ്പീഷീസ് ഉണ്ട്, വളരെ കീ സ്പീഷീസ് എന്ന് പറയും, ഡോമിനന്റ് സ്പീഷീസ് ടു ദാറ്റ് എക്കോസിസ്റ്റം. ഫോർ എക്സാമ്പിൾ ദ പൈൻ ട്രീ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കീ സ്പീഷീസ് ഏതാ? പൈൻ ട്രീസ് ആണ്. ആ പൈൻ ട്രീസ് ഇല്ലാന്ന് വെച്ചാൽ പിന്നെ ആ ഒരു പെർട്ടിക്കുലർ എക്കോസിസ്റ്റം തന്നെ ഇല്ലാതെയാകും. ഓക്കെ, ദാറ്റ് ഈസ് പോൾ എർലിച്ച്. വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഇൻ എൻ എക്കോസിസ്റ്റം പറഞ്ഞത്. അപ്പൊ എ പ്രോപ്പർ പ്ലേസിംഗ് ഓഫ് റിവെറ്റ്സ് ഇൻ എയർപ്ലെയിൻ എങ്ങനെയാണോ അതുപോലെയാണ് പ്രോപ്പർ പ്രസൻസ് ഓഫ് സ്പീഷീസ് മെയിൻറ്റെയിൻ ദ ഗുഡ് ഫങ്ഷനിങ് ഓഫ് എൻ എക്കോസിസ്റ്റം. Paul Ehrlich explained this using an analogy, റിവെറ്റ്-പോപ്പർ ഹൈപ്പോത്തസിസ്. അതാണ് ഇൻ എ കമ്പാരിറ്റീവ് അനലോജി ഓഫ് എയർപ്ലെയിൻ ആൻഡ് എൻ എക്കോസിസ്റ്റം. കണ്ടോ, ഈ കമ്പാരിസണിൽ ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ പഠിച്ചത് വെച്ചൊന്ന് മാച്ച് ചെയ്ത് നോക്കൂ. That is about this session. And the stability of biodiversity. ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Which ecosystem has greater stability? ഇപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചത് അതല്ലേ, ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ടു എൻ എക്കോസിസ്റ്റം. ഡൈവേഴ്സിറ്റി കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു, സ്റ്റെബിലിറ്റി കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു രണ്ട് എക്കോസിസ്റ്റം ഇവിടെ തന്നിട്ടുണ്ട്. റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, ഗ്രാസ് ലാൻഡ് ഉണ്ട്. ഏതിലെ കൂടുതൽ ഡൈവേഴ്സിറ്റി? ആസ് ദ റെയിൻ ഫോറസ്റ്റ്. അപ്പൊ ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ ecosystem, more productivity, less seasonal variations അല്ലെങ്കിൽ year to year variation in the productivity. ലാൻഡ് സ്പീഷീസിന്റെ തന്നെ ഇൻവാഷൻ ഇവിടെ അത്രയ്ക്കധികം വരില്ല. എന്നാൽ ഈ ഒരു ഇവിടെ ഒരു പാഡി ഫീൽഡ് മാത്രമാണ്. അപ്പോ പെട്ടെന്നായിരിക്കും ഇതിന് എന്തെങ്കിലും ഒരു സിംഗിൾ ഡിസ്റ്റർബൻസ് മതി, the whole thing may be destroyed. That is about the importance of species diversity to the ecosystem. Okay. Thank you.